ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മാമീസ് മമ്മ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും മാമീസ് മമ്മ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് യാത്രകളാണ് കേട്ടോ. ഓരോ സ്ഥലത്തേക്ക് പോവുക, അവിടുത്തെ ഫുഡ് ആസ്വദിക്കുക, അവിടുത്തെ കാഴ്ചകൾ കാണുക, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് അത്ര താല്പര്യമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുക, അല്ലെങ്കിൽ ഫാമിലീൻ്റെ കൂടെ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം. ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ്? അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വീട്ടിലിരുന്ന് ചടയ്ക്കുന്നതിനേക്കാൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴാണ്, ഒരു സാറ്റർഡേ സൺഡേ ഒക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ എവിടെയെങ്കിലുമൊക്കെ പോവുക, ആ ഒരു കാഴ്ചകളൊക്കെ ആസ്വദിക്കുക. ഒരു ലൈഫല്ലേ ഉള്ളൂ, അത് നമ്മൾ വെറുതെ ഇങ്ങനെ സന്തോഷമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ വേസ്റ്റ് ചെയ്തിട്ട് എന്താ കാര്യം? ഉള്ള ടൈം കാണാൻ പറ്റുന്ന കാഴ്ചകൾ കാണുക, കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ കാണുക, അത് എൻജോയ് ചെയ്യുക. അതൊക്കെ തന്നെയല്ലേ ലൈഫ് എന്ന് പറയുന്നത് അല്ലേ? അപ്പം ഞാൻ കാട് കയറി എവിടേക്കോ എത്തി കഥ പറഞ്ഞിട്ട്. ഓക്കെ, എന്തായാലും ഇത്തവണ ഞങ്ങൾ ഒരു സാറ്റർഡേ സൺഡേ ഓഫ് കിട്ടിയ സമയത്ത് എവിടെയെങ്കിലുമൊക്കെ പോവുക. എല്ലാ സാറ്റർഡേ സൺഡേസിലും ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും ഹസ്ബൻഡും എവിടെയെങ്കിലും പോകാമെന്ന് പറയുന്നത് ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ്. അപ്പം ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ പോകുന്ന സ്ഥലം ചൂസ് ചെയ്യുമ്പം വാമിക്കുട്ടിക്കും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു ക്രൈറ്റീരിയ നോക്കാറ്. അപ്പം ഇത്തവണ ഞങ്ങൾ പ്ലാൻ ചെയ്ത സമയത്ത് ഒരു പാർക്കിൽ പോകാമെന്ന് പ്ലാൻ ചെയ്തു. അതാകുമ്പോൾ മാമിക്കുട്ടിക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഡൽഹിയിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇത്തവണ ഞങ്ങളിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചൊരു സ്ഥലമാണ് വേസ്റ്റ് ഓഫ് വണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. അതായത് നമ്മുടെ ഈ ലോകാത്ഭുതങ്ങൾ 7 ഉള്ളത്. അപ്പോൾ ഈ 7 പിന്നെ കുറേ വേസ്റ്റ് സാധനങ്ങൾ വെച്ചിട്ട് ഈ പാർക്കിൽ ഉണ്ടാക്കിയെടുത്തതാണ്. കുറേ വേസ്റ്റ് ഐറ്റംസ്, അതൊക്കെ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് വേസ്റ്റ് ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ കുറേ വേസ്റ്റ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഈ 7 വണ്ടേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ താജ്മഹലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ശരിക്കും എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി കേട്ടോ. പക്ഷെ മാമിക്കുട്ടിക്ക് ഇതൊന്നും കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അവളിങ്ങനെ ഓടി കളിക്കുന്നതായിരുന്നു കേട്ടോ. അവിടെ എത്തിയ ശേഷം അവൾക്ക് ആകെ ഒരു ഫ്രീ ആയ പോലെ ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു പാർക്ക് അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ക്ലീൻ ആൻഡ് നീറ്റായിരുന്നു. ഒരു പ്ലാസ്റ്റിക്കോ വേസ്റ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഇത്രയും നല്ല സ്ഥലങ്ങൾ ഉണ്ടായിട്ടാണ് അല്ലേ? അപ്പം മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് പറ്റും എന്ന് ഇപ്പം മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഞങ്ങൾ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങി. ഇങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മുടെ ഡൽഹിയിൽ എന്താ വെച്ചാൽ ഭയങ്കര ചൂട് തുടങ്ങി കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴയാണല്ലേ, പക്ഷേ ഇവിടെ ഡൽഹിയിലിടാ നല്ല ചൂടാട്ടോ. സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ചൂടില്ലേ കുറച്ച് മുന്നേ, ആ ചൂടിൻ്റെ ഡബിൾ ചൂടാണ് ഇപ്പോൾ ഡൽഹിയിലുള്ളത്. പിന്നെ ഇവിടെ ഇപ്പോൾ വെള്ളത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അത്ര ഒരു ബുദ്ധിമുട്ട് ഇതുവരെ അറിഞ്ഞിട്ടില്ല, പക്ഷേ ഉണ്ടെന്നാണ് പറയണത്. നാട്ടിലത്തെ മഴയൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ മഴയൊന്നുമില്ല കേട്ടോ. ഇവിടെ മഴയൊന്നും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ വന്നിട്ട് കുറച്ച് കൊല്ലമായി, പക്ഷേ ഇവിടെ അങ്ങനെ ഇടയ്ക്കൊരു ചെറിയ മഴ പൊടിമഴ പെയ്താലായി, അല്ലാണ്ട് നല്ല രീതിയിലുള്ള മഴയൊന്നും ഉണ്ടാവാറേ ഇല്ല കേട്ടോ. പക്ഷേ നാട്ടിലൊക്കെ ഇപ്പോൾ നല്ല മഴയാണല്ലേ. പിന്നെ അതേപോലെ ഞാൻ കണ്ടൊരു കാര്യം എന്താ പറയുക, ഇവിടെ ഡൽഹിയിൽ ഇപ്പോഴാണ് കൊന്നപ്പൂ പൂക്കുന്നത്. ചൂടായതുകൊണ്ടായിരിക്കും. നമ്മൾക്കൊക്കെ ഏപ്രിൽ വിഷുവിൻ്റെ ടൈമിലല്ലേ, ഇവിടെ നിറയെ ഇപ്പോൾ കൊന്നപ്പൂവാ. അത് കണ്ടപ്പോൾ അയ്യോ, ഞാനെൻ്റെ ഹസ്ബൻഡിനോട് പറയും, ഇവിടെ ഇങ്ങനെ കൊന്നപ്പൂവൊക്കെ കാണുമ്പോൾ അയ്യോ ശരിക്കും നാട് പോലെ തോന്നുന്നില്ലേ എന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറയും, നമ്മുടെ വിഷുവിൻ്റെ ടൈമിലൊക്കെ ഇവിടെ കൊന്നപ്പൂ കിട്ടാനേ ഉണ്ടായിരുന്നില്ല അത്ര. ഞാൻ നാട്ടിലായിരുന്നു ആ ടൈമിൽ, വിഷുവിൻ്റെ ടൈമിൽ. ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം പറയുന്നുണ്ടായിരുന്നു ഈ കണിയൊന്നും വെക്കാൻ കൊന്നപ്പൂവേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന്. ഇപ്പം നിറയെ കൊന്നപ്പൂവാട്ടോ. അങ്ങനെ ഈ പാർക്കിലും ഉണ്ടായിരുന്നു കുറേ. അങ്ങനെ അതാ കൊരങ്ങ, അതെന്താ അതാ മങ്കി, അതാ അയ്യോ പേടിയാവണ്ടോ? കണ്ടോ മങ്കി? മങ്കി എവിടെ കയറി? എവിടെ കയറിയത്? കടിക്കോ? ഉപ്പേനെ കടിക്കോ? അയ്യോ വാ പോര്, മോള് പോര്, ഞങ്ങൾ രക്ഷിക്കും. ബാ. കടിക്കോ? കൊരങ്ങച്ച കടിക്കോ? കടിക്കൂല.
നമ്മളുടെ വാമിക്കുട്ടി ഏതായാലും അടിച്ചു പൊളിച്ചിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൾക്ക് ചൂടൊന്നും ഒരു വിഷയമായിരുന്നില്ല. അവൾ അടിച്ചു പൊളിച്ച് ഇങ്ങനെ നടക്കണ്ട, അവളുടെ പപ്പേൻ്റെ കൈയും പിടിച്ച് അടിപൊളിയായിട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ. എന്നെയൊന്നും മൈൻഡേ ഇല്ല അവിടെ അത്യാവശ്യം. പിന്നെ ഇതാണ് താജ്മഹൽ കേട്ടോ. അവിടെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടിട്ട് അവരൊരു താജ്മഹൽ പോലെ ഉണ്ടാക്കി വെച്ചതാണ്. നല്ല രസമല്ലേ കാണാൻ, ശരിക്കും ഒരു താജ്മഹൽ ഫീൽ തന്നെ ഉണ്ടല്ലേ. ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നുക കേട്ടോ. അതുമല്ല മെയിൻറ്റെയിൻ ചെയ്തതൊന്നും പറയണ്ട, കിഡുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടേ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇത് മാത്രമല്ല, അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വാമിക്കുട്ടി കുറച്ചും കൂടെ നന്നായിട്ട് അടിച്ചു പൊളിച്ചു എന്ന് പറയാൻ കാരണം ഇതൊന്നും കാണുമ്പോൾ കുട്ടികൾക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അവിടെ ഈ ഡൈനോസറിനെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഇളകിയ കളിക്കായിരുന്നു. അപ്പം അതിങ്ങനെ കാണുമ്പോൾ വാമിക്കുട്ടി ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ ഇതൊന്നും കാണിച്ചപ്പോൾ വാമിക്കുട്ടി നോക്കുന്ന തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊക്കെ എന്ത് എന്നുള്ള ഭാവത്തിലായിരുന്നു അവള്. പക്ഷേ അപ്പം ഞാൻ ഡൈനോസറിനൊക്കെ കാണിച്ചപ്പോൾ അവൾ ആകെ എക്സൈറ്റ്മെന്റ് കൊണ്ടൊന്നും പറയണ്ട, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നേ. പിന്നെ ദേ കണ്ടല്ലോ, ഡൈനോസർ ആട്ടോ ഞങ്ങളെ ഡ്രൈവർ. അപ്പം ഞങ്ങൾ പോവാണേ. ടാറ്റാ, ഞങ്ങൾ ഡൈനോസറിൻ്റെ കൂടെ പോയിട്ട് വരാവേ. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ നല്ല അട്രാക്റ്റ് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാട്ടിലുള്ള പാർക്ക് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇപ്പം ഞങ്ങൾ കോഴിക്കോടാണുള്ളത്. അപ്പോൾ കോഴിക്കോടൊക്കെ ഈ മാഞ്ചിറ സ്ക്വയറൊക്കെ ആദ്യമൊക്കെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അത്ര വൃത്തിയിലൊന്നും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഒന്നാമത് നമ്മൾ തന്നെയാണ് അതിന് കാരണം. നമ്മൾ കുറേ വേസ്റ്റൊക്കെ കൊണ്ടുപോയിട്ടിട്ടാണ് കേട്ടോ. ഇവിടെയൊന്നും അങ്ങനെയല്ല, നല്ല മെയിൻറ്റെനൻസ് ആണ്. അപ്പോൾ അതെടുത്ത് പറഞ്ഞേ പറ്റില്ല. ഞാൻ കുറേ തവണയെ പറയുന്നു, പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്. ശരിക്കും എനിക്കത് അത്രയും പറഞ്ഞേ പറ്റുള്ളൂ എന്ന് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ ചൂട് കാരണം വാമിക്കുട്ടിക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തു. വാമിക്കുട്ടി ഐസ്ക്രീമൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാണ്. അവളെ നോട്ടം മൊത്തം ഡൈനോസറിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. ഇതെന്താ സംഭവം എന്നൊക്കെ എങ്ങനെ അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. പിന്നെ എവിടെ തിരിഞ്ഞാലും ഡൈനോസറുടെ കളികളാണ്. അപ്പോൾ ഇതതിൻ്റെ ആ ഒരു വ്യൂ ആണ് കേട്ടോ. അവിടെ ആ ഒരു ഭാഗത്തുള്ള കണ്ടില്ലേ, അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തത്. അവിടെ എൻട്രി ഫീ ഉണ്ട് കേട്ടോ. എൻട്രി ഫീ എത്രയാ, 100 എങ്ങാനും തോന്നുന്നു പെർ പേഴ്സൺ. കുട്ടികൾക്കില്ല, അങ്ങനെയാട്ടോ എൻട്രി ഫീ ഉള്ളത്. ആണോ? നമുക്ക് പേടിയാവുണ്ടോ? എങ്ങനെ പേടിയാവാ? പിന്നെ അവിടെ ഒരു സ്ലൈഡ് ഉണ്ടായിരുന്നു, അപ്പോൾ കുട്ടികൾക്ക് കയറാൻ പറ്റിയ. അപ്പം ഞാൻ മെല്ലെ വാമിക്കുട്ടിനെയും കൊണ്ടിട്ട് അത് കയറിപ്പോണം. അത് ഒരു ഡൈനോസറിൻ്റെ സെറ്റപ്പ് തന്നെയാണ് ഈ സ്ലൈഡൊക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. അപ്പം ഞാൻ മോളെയും കൊണ്ട് ആ സ്ലൈഡ് കയറാൻ വേണ്ടിയിട്ട് കയറുമ്പം എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇതൊക്കെ രസമാണല്ലേ, കുറേ കാലം കഴിഞ്ഞ് ഇങ്ങനെ വാമിക്കുട്ടിക്കൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അമ്മയും പപ്പയും എന്നെ എവിടേക്കാണ് കറക്കിയതെന്നൊക്കെ അവൾ പറയുമല്ലോ അല്ലേ. അപ്പോൾ അത് അവൾ സ്ലൈഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം നടന്നു. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ അവിടെ ഒരു കാറ് ഉണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് അതിൽ കയറണം എന്ന് പറഞ്ഞപ്പം ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ മോളെ അതിൽ കയറ്റി. പിന്നെ അവൾ കുറച്ച് നേരം കാറൊക്കെ ഇങ്ങനെ റൈഡ് ചെയ്ത് പോയി. പിന്നെ കാറ് കയറിയപ്പോൾ പിന്നെ ആളെ പിടിച്ചാൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ തിരിച്ചിറങ്ങാൻ പറഞ്ഞിട്ട് ആൾ ഇറങ്ങുന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ശരിക്കും വെട്ടുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. വാ മോളെ എന്ന് പറഞ്ഞാൽ ഏത് മോള്, ഒരു മൈൻഡും ഉണ്ടായിരുന്നില്ല ആൾ. അങ്ങനെ കാർ റൈഡൊക്കെ എൻജോയ് ചെയ്ത് വാമിക്കുട്ടി ശരിക്കും ആ ദിവസം അടിപൊളിയാക്കി, കളറാക്കി. അങ്ങനെ അവിടെ ഫൗണ്ടെയിനൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമാണ് കാണാൻ. അപ്പോൾ വാമിക്കുട്ടി തിരിച്ച് വരുന്ന ആ ഒരു സീനാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. വാമിക്കുട്ടി വന്നു കഴിഞ്ഞ് പിന്നെ കുറേ സോപ്പിട്ടതിന് ശേഷമാണ് കേട്ടോ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ please do like, share and subscribe to our channel. Thanks for watching. Bye bye.